+1 കൊമേഴ്സ് ഫാമിലി. യെസ്, അപ്പൊ എല്ലാവരും ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലെ? യെസ്, നമ്മുടെ ലൈവിന്റെ സമയത്താണെങ്കിലും അല്ലാതെ വീഡിയോസിന്റെ ടൈമിലാണെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് പബ്ലിക് എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. യെസ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ? യെസ്, അപ്പൊ നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് 3 മാർക്ക് 2 മാർക്ക് ഏരിയയിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പോർഷൻസ് നിങ്ങൾ പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേ വേണ്ട, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വരുന്ന പോർഷൻ ആണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ടോപ്പോളജി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. 5 മാർക്കിനും 3 മാർക്കിനും 2 മാർക്കിനും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്തുനിന്ന് 5 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇപ്പൊ നെറ്റ്വർക്ക് ടോപ്പോളജി നമുക്ക് 4 രീതിയിലാണ് വരിക: ബെസ്റ്റ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി ആൻഡ് മെഷ് ടോപ്പോളജി. ഇപ്പൊ നിങ്ങളോട് 5 മാർക്കിന് ചോദിക്കുകയാണ് വാട്ട് യു മീൻ ബൈ നെറ്റ്വർക്ക് ടോപ്പോളജി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ആൻസർ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് എഴുതുക. എന്താ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് നോട്ട്സ്. ഓക്കെ, അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് നോട്ട്സിനെ നമ്മൾ എങ്ങനെയാണ് ഫിസിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുക. ആൻഡ് അത് 4 ടൈപ്പ് ഉണ്ട്. ആ 4 ടൈപ്പ് ഏതൊക്കെയാണെന്ന് എഴുതുക. ആൻഡ് അതിനുശേഷം അതിനകത്തുള്ള ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ ബെസ്റ്റ് ടോപ്പോളജി. ബെസ്റ്റ് ടോപ്പോളജി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബെസ്റ്റ് ടോപ്പോളജി എന്ന് ഹെഡിങ് കൊടുക്കുക. ആൻഡ് അതിനുശേഷം നിങ്ങൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന് പറ്റുന്ന ഒരു പിക്ചർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ കേബിളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നോട്ട്സിനെ കണക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഡിവൈസസിനെയാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുക. അപ്പൊ നോട്ട്സ് കണക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു പിക്ചർ വരയ്ക്കുക. ആൻഡ് എന്നിട്ട് അതിന്റെ താഴെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സിംഗിൾ കേബിളിനെ നമ്മൾ പറയുന്ന പേരാണ് ബെസ്റ്റ്. ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ് ആണ് നോട്ട്സ്. ഇത്രയും വരച്ചു വെക്കുക. എന്നിട്ട് ഈ ഒരു പിക്ചർ നോക്കി നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഒരു സിംഗിൾ കേബിളിൽ ഡിവൈസസ്, കമ്പ്യൂട്ടർ ഡിവൈസസ് അല്ലെങ്കിൽ നോട്ട്സ് കണക്ട് ചെയ്യുന്നതിനെയാണ് ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക? ഒരു സിംഗിൾ കേബിളിലാണ് കണക്ഷൻ മുഴുവനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഇപ്പം ഒരു നോഡിന് എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാതിരിക്കുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു സിംഗിൾ കേബിൾ കണക്ഷൻ പോകുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിവൈസിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ബെസ്റ്റ് ടോപ്പോളജിയിൽ നമുക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാർ ടോപ്പോളജി. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർ ടോപ്പോളജി എന്ന് എഴുതുക. ആൻഡ് ഇതിന്റെ ഒരു പടം വരയ്ക്കുക. അപ്പൊ സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താ മക്കളെ, നമുക്ക് നടുക്കൊരു ഹബ്ബ് അല്ലെങ്കിൽ ഹബ്ബ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടാവും. ഇതിലേക്കായിരിക്കും നമ്മുടെ നോട്ട്സ് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്കാണ് നോഡുകളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ നമ്മുടെ ബെസ്റ്റ് ടോപ്പോളജിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കേബിൾസ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഇത് എക്സ്പെൻസീവ് അല്ല, എക്സ്പെൻസ് കുറഞ്ഞ ഒരു മെത്തേഡ് തന്നെയാണ്. ആൻഡ് എനിക്ക് ഇഷ്ടം പോലെ നോട്ട്സ് ഇനിയും ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെയധികം ഈസിയാണ്. അതുപോലെ എനിക്ക് നോട്ട്സ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇപ്പൊ ഈ ഹബ്ബിന് അല്ലെങ്കിൽ സ്വിച്ചിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് സ്റ്റാർ ടോപ്പോളജിനെ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ നോഡുകളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇതിനെയാണ് നമ്മൾ റിംഗ് ടോപ്പോളജി, അതായത് ഒരു റിംഗ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ നോഡുകളും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സൈഡിലേക്കായിരിക്കും ഇവിടെ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടാവുക. ഒരൊറ്റ സൈഡിലേക്ക് മാത്രമേ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു നോഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റയർ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ആൻഡ് ഫൈനലി ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജിയിൽ എങ്ങനെയാ വരിക? നമുക്ക് നടുക്കൊരു റൂട്ടർ ഉണ്ടാവും. ഈ റൂട്ടറിന് ചുറ്റുമാണ് നമ്മുടെ നോഡുകൾ വരുന്നത്. ആൻഡ് ഇവിടെ എന്താ പ്രത്യേകത? ഈ നോഡുകളെല്ലാം റൂട്ടറിനോട് കണക്റ്റഡ് ആണ്. ആൻഡ് ഇതെല്ലാം തമ്മിലും കണക്റ്റഡ് ആണ്. അതായത് ആകെ മെസ്സായിട്ടായിരിക്കും മെഷ് ടോപ്പോളജി ഉണ്ടാവുക. യെസ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇത് ഭയങ്കര എന്താ പറയുക, ബുദ്ധിമുട്ടാണ്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് അതിന്റെ മെയിൻ്റനൻസ് ഭയങ്കര പാടാണ്. കാരണം എന്താ, ഇതിനകത്ത് ഒരുപാട് കേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വളരെയധികം എക്സ്പെൻസീവുമാണ്. ഏതെങ്കിലും ഒരു നോഡിനോ അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയാ മെസ്സേജ് പാസിങ്ങിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഏതെങ്കിലും ഒരു റൂട്ടറിലൂടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് എൻറ്റയർ സിസ്റ്റത്തിനെ ബാധിക്കത്തില്ല. ഏതെങ്കിലും ഒന്നിനൊരു പ്രശ്നം ഉണ്ടായാലും വേറെ ഏതെങ്കിലും വഴി കൂടെ ആ ഒരു മെസ്സേജ് എല്ലായിടത്തേക്കും ട്രാൻസ്മിറ്റ് ആവും. കാരണം എന്താ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ടോപ്പോളജി ബേസിസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് 5 മാർക്കിനും അതുപോലെ തന്നെ 3 മാർക്കിനും 2 മാർക്കിനും ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പോർഷൻ ആണ്. നെക്സ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സാധനം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു പോർഷൻ ആണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വേസ്റ്റ് നമുക്കറിയാം, ഓൾഡ് ആയിട്ടുള്ള ബ്രോക്കൺ ആയിട്ടുള്ള അൺവാണ്ടഡ് ഇലക്ട്രോണിക് ഡിവൈസസിനെയാണ് നമ്മൾ ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് 4 എണ്ണം ഉണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. 5 മാർക്കിന് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്? റീയൂസ് ഉണ്ട്. റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു സാധനമായിരിക്കും, പക്ഷെ അതിനെ നമ്മൾ വീണ്ടും ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനെയാണ് റീയൂസ് എന്ന് നമ്മൾ പറയാം. നെക്സ്റ്റ് വരുന്ന ഒരു മെത്തേഡാണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വേസ്റ്റുകളെ എല്ലാം ഒരു 900 to 1000 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചറിൽ ഇട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കത്തിച്ച് കളയുക. അതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് റീസൈക്ലിംഗ് എന്ന് പറയുക. ആൻഡ് ഫൈനൽ വൺ ലാൻഡ് ഫില്ലിംഗ്. ലാൻഡ് ഫില്ലിംഗ് ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്താണ്, ഈ വേസ്റ്റുകളെ എല്ലാം കൂടെ നമ്മൾ മണ്ണിനടിയിലിട്ട് മൂടുക. ഇതിനെയാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയാ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോർഷൻ ആണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് നമുക്കറിയാം, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് ഉണ്ട്, പ്രോഗ്രാം കോഡിംഗ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, ഡീബഗിംഗ് ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരിക. അപ്പോ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. 5 മാർക്ക്, 3 മാർക്ക്, 2 മാർക്ക് ഏരിയയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണും. യെസ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് 3rd ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് 5 മാർക്കിന് ഡയറക്റ്റ് ആയിട്ട് വാട്ട് ആർ ദ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 3 ടേംസ് തന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ താഴെ, അതായത് ഇപ്പം ട്രാൻസ്ലേഷൻ, വാട്ട് യു മീൻ ബൈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു തരുന്നു. ദെൻ അതിന്റെ താഴെ അല്ലെങ്കിൽ ഡിഫൈൻ ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ്, എക്സിക്യൂഷൻ ഇങ്ങനെ പറഞ്ഞു തരുന്നു. ആൻഡ് ബി പാർട്ടായിട്ട് നിങ്ങളോട് ചോദിക്കും വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് എ ഫ്ലോ ചാർട്ട്. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 5 മാർക്കിന് ഈ ഒരു പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലോ ചാർട്ട് തന്നിട്ട് അതിന്റെ അൽഗോരിതം എഴുതാനും അതുപോലെ തന്നെ ഏതെങ്കിലും കുറച്ച് ഫ്ലോ ചാർട്ട് സിമ്പിൾസ് വരയ്ക്കാനും ഒക്കെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ രീതിയിൽ 5 മാർക്കിന് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മാർക്കിന് ഇതിനകത്തുള്ള ഓരോ എന്താ പറയാ ടോപ്പിക്സ് തന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അപ്പം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ഡിഫൈൻ, ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 3 മാർക്കിന് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് എ ഫ്ലോ ചാർട്ട് എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ 3 മാർക്കിന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻഡ് 2 മാർക്കിന് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ എന്ന്
ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ നിന്നും നിങ്ങളോട് ട്രാൻസ്ലേഷനിൽ നമുക്കറിയാം സോഴ്സ് കോഡ് ഉണ്ട്, ഒബ്ജക്ട് കോഡ് ഉണ്ട്. അപ്പം എന്താണ് സോഴ്സ് കോഡ്, എന്താണ് ഒബ്ജക്ട് കോഡ്, ഈ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ ഡീബഗിങ് ആണെങ്കിൽ വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഡീബഗിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഡോക്യുമെന്റേഷനിലാണെങ്കിലും നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 2 മാർക്കിനും ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോർഷൻ ആണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ലേണിംഗിനകത്തെ ഇ ലേണിംഗ് ടൂൾസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഈ ലേണിംഗ് ടൂൾസിനെ കുറിച്ച് എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മാർക്കിനായിരിക്കും കൂടുതൽ വരാൻ ചാൻസ്, ചിലപ്പോൾ 5 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ആദ്യം വരുന്നതാണ് ഇ ബുക്ക് റീഡർ, ദെൻ ഇ ടെക്സ്റ്റ് വരുന്നുണ്ട്, ഓൺലൈൻ ചാറ്റ് ഉണ്ട്, ഇ കോണ്ടന്റ് ഉണ്ട്, എഡ്യൂക്കേഷണൽ TV ചാനൽസ് ഉണ്ട്. ഇ ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ബുക്സ് നമ്മൾ പർച്ചേസ് ചെയ്ത്, അതായത് ഫിസിക്കലി ബുക്ക് പർച്ചേസ് ചെയ്ത് മേടിച്ച് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഓൺലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഈ ബുക്സ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ഇ ബുക്ക് റീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുക. ദെൻ വരുന്നതാണ് ഇ ടെക്സ്റ്റ്. ഇ ടെക്സ്റ്റ് എന്ന് പറയുമ്പം വിസിബിൾ ചലഞ്ചസ് നേരിടുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലെ. യെസ്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബുക്സ് റീഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുക. ദെൻ ഓൺലൈൻ ചാറ്റ്. ഓൺലൈൻ ചാറ്റ് എന്ന് പറയുമ്പം ടീച്ചേഴ്സ് കുട്ടികളുമായിട്ട് വീഡിയോ കോൺഫറൻസിങ് വഴി അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഇതുവഴി സംസാരിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ ചാറ്റ് എന്ന് പറയുക. ദെൻ ഈ കോണ്ടന്റ്, അതായത് മൾട്ടിമീഡിയ ലേണിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കുന്നു. പവർ പോയിന്റ് പോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ വരുന്നതാണ് ഈ കോണ്ടന്റ്. ഈ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പ്രസന്റേഷൻസ്, ഗ്രാഫിക്സ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി എഡ്യൂക്കേഷണൽ TV ചാനൽസ്. നമുക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അല്ലെ. യെസ്, കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? TV-യിലൂടെയാണ് നമ്മൾ TV-യിൽ വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനലിലൂടെ നമ്മൾ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് എഡ്യൂക്കേഷണൽ TV ചാനൽസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കാം. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട പോർഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കുറച്ച് നേരത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള പോർഷൻസ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 4 പോർഷൻസ് മക്കളെ, ഇത് നിങ്ങൾ എക്സാമിന് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചിട്ട് പോവുക. ഈ പോർഷൻസിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. യെസ്, അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.